ഏയ് മച്ചാ മച്ചാമാരെ വെൽക്കം ടു മിസ്റ്റർ മച്ചാൻ. മച്ചാമാരെ നല്ല അടിപൊളി കിടുക്കാച്ച് വീഡിയോ ഉണ്ടാ വരാൻ പോകുന്നത്. അടിപൊളി ചിക്കൻ പരട്ടാണ്. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ ഗൈസ്. നമ്മ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ പെരട്ടാണ്. ഉണ്ടാക്കി വന്നിട്ട് പെരട്ടോ പെരട്ടില്ലെന്ന് നോക്കാം. ഓക്കെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മുളക് പൊടി, അതായത് ഇത്തിരി എരിവുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി. മച്ചമാരെ ഇനി നമുക്ക് എന്താ വേണമെന്ന് അറിയൂ. നമ്മുടെ മസാലകൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്യാൻ പോണിട്ടാ. അപ്പൊ നന്നായിട്ട് ഇളക്കിയിട്ട് കരിയാത്ത രീതിയിൽ നൈസ് പ്ലേയിൽ ഇങ്ങനെ നന്നായിട്ട് സംയോജിപ്പിച്ച് വറുത്തെടുക്കാൻ പോണ് ഗൈസ്. നമ്മുടെ പൊടികൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കരിയാണ്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ. സംയോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കണം. വറുത്ത് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മസാലകളുടെ. മച്ചമാരെ നമ്മുടെ വറുത്ത് വെച്ച പൊടികൾ നമ്മളെ ചിക്കനിൽ ഇട്ടിട്ട് ചിക്കനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോകണ്ട ഗൈസ്. മച്ചമാരെ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഇളക്കിയിട്ട് അതിന്റെ കൂട്ടത്തിൽ നാരങ്ങ നീര് ഒഴിച്ച് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കുവാണ്. അതിന്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നല്ലപോലെ ചേർക്കണം ഗൈസ്. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കൻ പരട്ടിനായിട്ട് കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കാര്യം പേടിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ആയിരുന്നു, നിങ്ങൾ എന്തുമാത്രം കുഞ്ഞുള്ളിയുടെ യൂസ് ചെയ്യുന്നത്, ഇത്രയും കുഞ്ഞുള്ളി ഞങ്ങൾക്കിവിടെ ഒരു മാസം തികയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ആൾക്കാർ കൂടുതലുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഞങ്ങളിവിടെ ആൾക്കാർ സ്ഥിരമുള്ളതായിട്ട് പേരിൽ നമുക്ക് ധാരാളം. ഓക്കെ, കുഞ്ഞുള്ളി നൈസായിട്ടിടാം. നൈസ് പ്ലെയിൻ കുഞ്ഞുള്ളി നമുക്ക് അവരോട് വഴറ്റാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എന്തായാലും ഇത്തിരി പച്ചമുളക് ഇവിടെയൊക്കെ ഉണ്ടോ, പച്ചമുളക് ഒരു 4-5 പച്ചമുളക്. എന്നിട്ട് ഇത് ഇട്ട് ശരിക്കും അവിടെ വാട്ടണം അടിപൊളിയായിട്ട് ഈ കുഞ്ഞുള്ളി. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് ഐറ്റമാണ് ഉള്ളി. നൈസായിട്ട് ഒരു വിധത്തിൽ നോക്കി നൈസായിട്ട് വാടി ഒരു ഹാഫ് ആടിയിട്ടുണ്ട്. ഓക്കെ, ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാന്ന് പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ. കുനുകുനാന്ന് പറഞ്ഞാൽ പേട സാധനം. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. കുവൈറ്റിൽ നമുക്കിത് വലിയ വിലയൊന്നും ഇല്ല. കുവൈറ്റിൽ നമുക്ക് സാധനം കിട്ടും. പിന്നെ വളരെ നല്ലതാണ്. ശരീരത്തിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇഞ്ചിയൊക്കെ ബെസ്റ്റല്ലേ വയറുവേദനയ്ക്കും കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനെയല്ലേ ഗൈസ്, എനിക്കറിയില്ല, തള്ളിയെന്നുള്ളു. എന്നിട്ട് നമുക്ക് സാധനം ഇട്ടാ നേരെ പടയ്ക്കാം നമുക്ക് ഗൈസ്. നൈസ് ഫ്രൈയിൽ നമ്മുടെ ഉള്ളി ഒരു ഹാഫ് വേവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് പേസ്റ്റ് ആക്കാറില്ല കേട്ടോ. പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കറി മൊത്തം ഈ വെളുത്തുള്ളിക്ക് ഇത്തിരി അതിൻ്റെ അനുപാതം കൂടുതലുണ്ടെങ്കിലല്ല വെളുത്തുള്ളി ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കും. അത് നമുക്ക് അത്ര ശോകമല്ലത്, ശോകമായിട്ട് നമുക്ക് തോന്നാറ്. അതിൻ്റെ പേരിൽ നമ്മൾ നൈസായിട്ട് അരിഞ്ഞിടാറ് ചെയ്യുക, കുനുകുന അരിഞ്ഞിടും. അതോ പിന്നെ നൈസായിട്ട് അത് പിടിച്ചിങ്ങായിട്ട് വെളിച്ചെണ്ണ കുടിച്ച് ഒരു വറവല് ടേസ്റ്റ് കിട്ടും. അത് അടിപൊളിയാണ്. അല്ലാണ്ട് ചതച്ചങ്ങ് മറ്റേ വേസ്റ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ മനുഷ്യ ഓകണം വെച്ചാണ്. ഇവിടെ അത് ഓടാറില്ല. നമ്മുടെ ടെസ്റ്റുകളൊക്കെ എന്തോരം ഉണ്ടായി നോക്കി. വഴണ്ടിവനൊക്കെ നൈസ് പ്ലേയിൽ കുഞ്ഞായി പോയി ഗൈസ്, വളരെയധികം കുഞ്ഞായി. എന്നൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല നൈസ് സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡെയിലി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും വേണ്ട വരുമ്പോഴൊരു പ്രത്യേക സ്മെല്ല്. അടുത്ത് നമുക്ക് നൈസായിട്ട് നമ്മുടെ തക്കാളി ഒരു 3 തക്കാളി ഒന്നും നോക്കില്ല ഗൈസ്, പടക്കാൻ വെച്ചു ഒരു 3 തക്കാളി. ഇത് 2 ചിമിട്ടൻ സാധനം കേട്ടോ. ചിമിട്ടൻ നമ്മുടെ കറിവേപ്പില അതൊക്കെ കുറച്ചിടാം. തട്ട ഇവരെ വീണ്ടും നന്നായിട്ട് വളരെ നന്നായിട്ട് വീണ്ടും ഇളക്കണം. ഇളക്കൂളികളാണ് നമ്മൾ നന്നായിട്ട് ഇളക്കണം. തക്കാളി ഒന്ന് വാടിയിട്ട് സെറ്റാവണം. ആക്ച്വലി ആ ഹീറ്റ് കൊണ്ട് എന്നാലോ നമ്മുടെ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും നമ്മുടെ കുഞ്ഞുള്ളിയിലും ഇവനങ്ങോട്ട് പിടിക്കണം. കയറി നൈസായിട്ട് ഉടഞ്ഞിട്ട് കയറി പിടിക്കും. അപ്പം നൈസ് പുളി കിട്ടും ഗൈസ്. അതിനോട് നമ്മുടെ മെയിൻ സാധനം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് തക്കാളിക്ക് നൈസായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ നേരെ പടച്ചു കൊടുക്കാം, ഒന്നും നോക്കണ്ട. അല്ല ഗൈസ്, അപ്പോൾ ചിക്കൻ എല്ലാവരും നമ്മൾ 2 മണിക്കൂർ നമ്മൾ ഇതാക്കിയതാ, മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേറ്റ് നമ്മുടെ മസാല ഒക്കെ തേച്ചിട്ട് നൈസായിട്ട് വെച്ചതാണ്.
നന്നായിട്ട് ഇളക്കണം ഗൈസ്. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി അവിടെ ചേർക്കണം കേട്ടോ. ഇത് ഇങ്ങനെ കൊടുത്തിട്ടില്ല ഗൈസ്. ഇത് നൈസായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല വളരെയധികം നല്ല കിളക്കാനായിട്ട് പറമ്പ് കളക്കുന്ന പോലെ എൻ്റെ പൊന്നുകളി എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് 10 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ അടി പിടിക്കും വെച്ചാൽ സീൻ കോബ്രയാവും. അപ്പം അതിൻ്റെ പേരിൽ 10 മിനിറ്റ് കൊടുക്കുമ്പോൾ നന്നാവും മച്ചമാരെ. നമ്മുടെ ചിക്കനായിട്ട് വെള്ളമൊക്കെ നൈസായിട്ട് വറ്റി സെറ്റായി വരുന്നുണ്ട്. പൊളിയാണ്, ഒന്നും പറയാനില്ല. കളറൊക്കെ ഉണ്ടോ എൻ്റെ പൊന്നാളെ, എനിക്ക് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാധനം ഇരിക്കുകയാണ് നാളികേരപ്പാൽ നെക്സ്റ്റ് പ്ലേ മെയിൻ സാധനം. എനിക്ക് ഗോഡ് എനിക്ക് എൻ്റെ മോനെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ തുറന്നിട്ട് വേവിക്കാട്ടാ. തുറന്നിട്ടുള്ള പരിപാടിയാണ്. ഫുള്ള് സാധനം നമ്മൾ തുറന്നിട്ട് വേവിക്കുക ചെയ്യും. എൻ്റെ മോനെ ഇതൊക്കെ ഷിറ്റ് ഗൈസ്. അപ്പം നോക്കി ചിക്കൻ മരട്ടിൻ്റെ ഇനി ഇതൊന്നും ഡ്രൈ ആവണ്ടോ. ഡ്രൈ ആയിട്ട് ഞാൻ പറയാം ഗൈസ്. നമ്മുടെ ചിക്കൻ മരട്ട് ലെവലായി തുടങ്ങി, ഒരു രക്ഷയില്ലാത്ത സാധനമായി തുടങ്ങിയിട്ട് നമുക്ക് നൈസായിട്ട് ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ ഈ ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുംജീരകം മെയിനായിട്ടാണ് ഗൈസ്. പെരുംജീരകം വളരെയധികം മെയിനാണ്. പെരുംജീരകം പിന്നെ മെയിനായിട്ട് ഗരം മസാല നൈസായിട്ട് ഗരം മസാല അത്രേ ഉള്ളൂ. ഇതിട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കണം. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പം നന്നായിട്ട് ഇളക്കണം. ഈ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ അവനങ്ങോട്ട് പെരണ്ടവനോട് ലെവലായിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അവനാണ് നമ്മൾ എടുത്തെടുത്ത് അവനെ ലെവലിലേക്ക് നമ്മൾ മാറ്റുന്നത്. നമ്മുടെ ലെവലിലേക്കോട് കുറിക്കാണ്ട് പെരട്ടങ്ങോട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെരട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പെരട്ടാണ് ഗൈസ്. ഈ നോക്കി ഗൈസ്, ഇന്ന് കുഞ്ഞുള്ളിയൊക്കെ എവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എവിടെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? കുഞ്ഞുള്ളിൻ്റെ ഇടയിൽ കുഞ്ഞുള്ളി എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലം മൈസ് നോക്കി. എൻ്റെ പൊന്നു മോനെ, ഒരു ചിക്കൻ പോലെ ഉടയാണ്ട് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടാന്ന് പറയണ്ടല്ലോ. ഒരു 2 ടാസ്ക് മാൻ. ഓക്കെ മൈ ഗോഡ്. ഓക്കെ ഞാൻ ഗരം മസാലയും ആ പെരുംജീരകത്തിൻ്റെ പൊടിയും ആ കുരുമുളക് പൊടിയും കൂടി കഴിഞ്ഞാൽ സെറ്റ് സായാണ് എല്ലാം കഴിഞ്ഞില്ലേ. ഇതൊന്നുമില്ല അല്ല ഗൈസ്. അപ്പം നമ്മുടെ ചിക്കൻ മരട്ട് വളരെ അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളിച്ചിട്ടുണ്ട്. സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നോട് ഇത് കൊടുക്കുക ചൂടുണ്ടാ തൊടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ തുണി വെച്ച് കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് നോക്കി സെറ്റ് അടിപൊളി. ആ സ്മെല്ലും ഒക്കെ സെറ്റാണ്. കഴിഞ്ഞു പരിപാടി ഒറ്റ കഴിച്ച് പൊളിക്കുക. അതൊക്കെ കഴിഞ്ഞ പരിപാടി. ഇനി ചിക്കൻ മരട്ട് കഴിഞ്ഞു ഗൈസ്. പരിപാടി ഓക്കെ. സെറ്റും സാ കലാസ് ഗൈസ്. നമ്മുടെ ചിക്കൻ പൊറോട്ട വിത്ത് പൊറോട്ട അളിയ ഒരു പൊറോട്ട എടുത്തോളൂ. 2 പൊറോട്ട എടുത്തു സെറ്റ്. അളിയ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഓ മൈ ഗോഡ് ബ്രോ പൊളിക്കുമൊത്ത്. അയ്യോ ഓ മൈ ഗോഡ് ഷിറ്റ് ബ്രോ. എങ്ങനെയുണ്ട് ബ്രോ? ലൈവാ നീ സ്വപ്നം ലോകത്താണോ ഗൈസ്? ഇതിന്റെ ടേസ്റ്റിന്റെ ഓരോ ഫാക്റ്റും നമ്മള് ആലോചിച്ചിരിക്കുകയായിരുന്നു. നമ്മള് ഇതിന്ന് നമ്മള് കിട്ടിയ ഔട്ട്പുട്ട് എന്താ അറിയോ? പെർഫെക്റ്റ്. യു ഡിഡ് എ പെർഫെക്റ്റ് ജോബ്. നമുക്ക് എന്താ വേണ്ട അറിയോ? ഇതിലൊന്നും മാറ്റം വരുത്തണ്ട. ഇല്ല മാറ്റം വരുന്നില്ല. എല്ലാം പെർഫെക്റ്റ് ആണ്. ഐ ലവ് യു. Love you too, bro.